നിങ്ങൾ ആരെയാ പുച്ഛിക്കുന്നത് ആഷ്മി? നിങ്ങളൊരു അവതാരകനല്ലേ, മാന്യത വേണം അല്പമെങ്കിലും. സാമ്പത്തിക നയങ്ങളെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കം. പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? അദ്ദേഹം ക്രിസംഖ്യയായോ? അതിന് ക്രിസംഖ്യായി ഞങ്ങൾ പറഞ്ഞോ? അല്ല, ആ ചാപ്പയ്ക്കുള്ള സമയം ചോദിക്കുക. സാധാരണ നിങ്ങളുടെ പണി അതാണല്ലോ, ഈ ചാപ്പ അടിച്ചു കൊടുക്കലാണല്ലോ നിങ്ങളുടെ പണി. നിങ്ങളുടെ പണി അല്ല, അല്ലെന്ന് കേരളം കാണുന്ന പണി. അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അടിച്ചു തരണം ആഷ്മി? എന്തൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്? ഒരു മാറ്റമില്ലല്ലോ കേരളത്തിലെ. സാർ, നിങ്ങളുടെ സൈബർ ആചാരനുണ്ട്. ആ ആചാരനെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഒരു വിയോജിപ്പ് പറഞ്ഞതിന് എന്താണ് ആയുധ പരിശീലനം കിട്ടിയ NDF-ആണെന്ന് അറിയോ വസീഫെ? ചാപ്പ കിട്ടിയിട്ടുണ്ട്. ആഷ്മിയുടെ ആചാരനായിരിക്കും. താങ്കളുടെ ആചാരനാ, താങ്കളുടെ സൈബർ ആചാരനാ. ഒരുത്തൻ തള്ളി പറഞ്ഞു ഇതുവരെ. എന്റെ ആചാരം അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ? അതുകൊണ്ട് ചാപ്പയുടെ കഥ പറയല്ലേ സാറേ? എന്റെ ആചാരം നിങ്ങളും തീരുമാനിക്കണ്ട ആഷ്മി. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഓ, നീ ഇങ്ങോട്ടും പറയണ്ട. നിന്റെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം, ഞങ്ങളുടെ ആചാരനെ നിനക്ക് തീരുമാനിക്കാം. ഭാഷ മാറിയുണ്ടോ? ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? സാറേ, ഭാഷ മാറിയത് കണ്ടോ? ഞങ്ങളുടെ ആചാരനെ തീരുമാനിക്കാൻ നിങ്ങൾ ഭാഷ മാറിയത് കണ്ടോ? അത് വലിയ കാര്യാക്കണ്ട ഏലിയമ്മേ, ചില ഉരുപ്പിടികൾ അങ്ങനെയാ. സാർ, നീയെന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി വസീഫെ. നീയെന്നൊക്കെ പാർട്ടി ഓഫീസിലും വീട്ടിൽ പോയി വിളിച്ചാൽ മതി. ഞാൻ വീട്ടിൽ പോയി വിളിക്കണം. ആഷ്മിയുടെ വീട്ടിൽ വന്ന് വിളിക്കണമെങ്കിൽ ആഷ്മിയുടെ വീട്ടിൽ. നിങ്ങൾ ആരെയാ പുച്ഛിക്കുന്നത് ആഷ്മി? നിങ്ങളൊരു അവതാരകനല്ലേ, മാന്യത വേണം അല്പമെങ്കിലും. വസീഫെ, അല്പമെങ്കിലും മാന്യത വേണം. വസീഫെ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. തള്ളിപ്പറയില്ല. ഓക്കെ, എന്നാ അവരെ ഓൺ ചെയ്യും. അതിനുള്ള ധൈര്യം കാണിക്കും. പരസ്യമായിട്ടല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? പരസ്യമായിട്ടാ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിലെന്താ തെറ്റ്? താങ്കളുടെ കണ്ടന്റ് താങ്കൾ തന്നെ മറുപടി പറഞ്ഞു. അതെ, അപ്പൊ പിണറായിയുടെ ആശീർവാദത്തിലാണ് ഇവർ ഈ വിരദോഷം പറയുന്നത്. BJP അടിച്ചു തരാത്ത, RSS അടിച്ചു തരാത്ത ചാപ്പ നിങ്ങളുടെ സൈബർ ഇടത്തിലെ വിവരദോഷി ആചാര്യന്മാർ എനിക്ക് അടിച്ചു തന്നു.